നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡങ്കർലീസ് മെത്തേഡ് നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേഷൻ ഷാഫ്റ്റ് ക്യാരിങ് സെവറൽ ലോഡ്സ് ആണെങ്കിൽ ഡങ്കർലി മെത്തേഡിൻ്റെ ഒരു ഡെറിവേഷൻ ആണ്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഡങ്കർലി മെത്തേഡ് ഇമ്പെരിക്കൽ മെത്തേഡ് അക്കോർഡിംഗ് ടു ഇതാണ് 1/Fn² Fn1² Fn2² എക്സെട്ര Fn(s²) വരെ. ഇതിൽ Fn എന്ന നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്വേഴ്സ് ഹോൾ സിസ്റ്റം ആണ്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ നോക്കുക, ഇതിൽ 3 പോയിന്റ് ലോഡ്സ് ഉണ്ട്, W1 W2 W3. UDL ആണ് ഇത് WS Fn. Fn1ൻ്റെ നമുക്ക് ഇക്വേഷൻ അറിയാം, 1/2π√G/Δ ആണ്. ഇതിൽ 1/2π√G യുടെ വാല്യൂ ആണ് 0.4985 ഡിവൈഡ് ബൈ Δ1 പിന്നെ Δ2 Δ3 3 കാര്യങ്ങൾ വരും. Δ1 Fn1 Fn2 Fn3. Fns എന്ന് വെച്ചാൽ എന്താണ്, UDLൻ്റെ യൂണിഫോംലി UDLൻ്റെ ഇക്വേഷൻ ആണ് 0.5615 ഡിവൈഡ് ബൈ √Δs. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഡങ്കർലിയുടെ എംപിരിക്കൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. It get this ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ഡങ്കർലി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എനർജി മെത്തേഡിൽ റെയിലേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലും W1 W2 W3. ഇതിൽ ഡിഫ്ലക്ഷൻ നോക്കുക, Y1 Y2 Y3 3 ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു W1 ഇൻറ്റു അതിൻ്റെ ഡിഫ്ലക്ഷൻ Y1 പ്ലസ് ടോട്ടൽ എത്ര ലോഡ് ഉണ്ടോ അത് അത്രയും ആഡ് ചെയ്ത് പോകും. സിമിലർലി അതാണ് സിഗ്മ ഓഫ് ദാറ്റ്. സിമിലർലി മാക്സിമം കൈൻഡിക് എനർജി എന്ന് ½ M1² M2² എത്ര ഉണ്ടോ അത് ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെയാണ് നമുക്ക് എനർജി മെത്തേഡ് റെയിലേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊരു പ്രോബ്ലം നോക്കുക, ഷാഫ്റ്റ് ഓഫ് 25 mm ഡയമീറ്റർ പ്രോബ്ലം വായിച്ചു നോക്കുക. ഇതിൽ ബി ഷാഫ്റ്റിൻ്റെ പോയിന്റ് ലോഡ് തന്നിട്ടുണ്ട്, UDL തന്നിട്ടുണ്ട്. ഇതാണ് UDL, ഇത് പോയിന്റ് ലോഡാണ്. നമുക്ക് ഇക്വേഷൻ അറിയാൻ എന്താണ്, ഒരു പോയിന്റ് ലോഡാണ് Δ1 പ്ലസ് ഇതെന്താണ് Δs/1.27 എന്നുള്ള ആ ഫ്രാക്ഷൻ വാല്യൂ. Δs എന്ന് പറഞ്ഞാൽ എന്താണ്, UDLൻ്റെ ഡിഫ്ലക്ഷൻ. UDLൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, Δs ഹിയർ Δs is equal to 5/384 WL/4/EA. ഇതിൽ I എന്ന് പറഞ്ഞാൽ BDQ/12 ആണ്. ഇത് റെക്ടാംഗുലർ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. BDQ/12 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫ്ലക്ഷൻ WL3/48. UDL സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ എൻ്റെ ഫിക്സഡ് അതിൻ്റെ ഇക്വേഷൻ WL3/48. അതിൻ്റെ UDLൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് രണ്ടും എല്ലാ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രീക്വൻസി 1/2π√G/Δ. G അതിൻ്റെ വാല്യൂ 0.49 Δ1. അത് വിത്തൗട്ട് മാസ്. ഇത് കൺസിഡറിങ് ദ മാസ് ആകുമ്പോൾ അതിൻ്റെ UDL കൂടി കൺസിഡർ ചെയ്യണം. നമുക്ക് ആൻസർ ഇതാണ്. നോക്കുക, ഡൗട്ട് ഉണ്ട് ചോദിക്കും. ഇനി നമുക്ക് ക്രിട്ടിക്കൽ വേർളിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്ന് നോക്കാം. എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് വിച്ച് ഷാഫ്റ്റ് ടെൻസ് ടു വൈബ്രേറ്റ് വയലൻ്റ്ലി ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. അതിനെയാണ് നമ്മളിത് ഓർ റെസണൻസ് അക്കേഴ്സ് തന്നെയാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്രിട്ടിക്കൽ സ്പീഡിന് എസെൻട്രിക് മൗണ്ടിങ്സ് ഓഫ് ലൈക്ക് ഗിയേഴ്സ്, ഫ്ലൈ വീൽ, പുള്ളീസ് എക്സെട്ര ഇതൊക്കെയാണ് അതിൻ്റെ കോസസ് ഓഫ് വൈബ്രേഷൻ. വെൻഡിങ് ഓഫ് ഷാഫ്റ്റ് ഡ്യൂ ടു ഓൺ വെയിറ്റ്, നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ മെറ്റീരിയൽ അതൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, ഷാഫ്റ്റിൻ്റെ റൊട്ടേറ്റിംഗ് മോഡ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഡിഫ്ലക്ഷൻ ആവും. ഇതിനെ നമുക്ക് ഹൈ വയലൻ്റ്ലി റൊട്ടേറ്റ്, അതായത് ഹൈ റെസണൻ്റ് ആയിട്ട് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഡെറിവേഷൻ ഉണ്ട്, നോക്കാം. M ഈസ് എ മാസ്, S ഈസ് എ സ്റ്റിഫ്നെസ്, E ഈസ് എസെൻട്രിസിറ്റി എന്ന് പറയാം, Y ഈസ് എ ഡിഫ്ലക്ഷൻ. എസെൻട്രിസിറ്റി അതിൻ്റെ ഡിഫ്ലക്ഷൻ, ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആക്സിസും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഈ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അത് പക്ഷേ അതിൻ്റെ ഡിഫ്ലക്ഷൻ Y എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യണം, M⍵² R ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ Y+E ആണ് അതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. അതിന് ഫോഴ്സ് റെസിസ്റ്റിംഗ് ഡിഫ്ലക്ഷൻ S ഇൻറ്റു Y ആണ്. അതിൻ്റെ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ഇൻറ്റു അതിൻ്റെ ഡിഫ്ലക്ഷനാണ്. ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും റിസ്റ്റോറിംഗ് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് Y നമ്മൾ എടുക്കുക. Yയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ω(n) is √S/m or G/Δ. ദിസ് Yയുടെ വാല്യൂ ω(n) ആകുമ്പോൾ അതിൻ്റെ റെഫറൻസ് ആണ്. ക്രിട്ടിക്കൽ ആകുമ്പോൾ ω(n) is √S/m or G/Δ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് 1/2π√G/Δ അതിൻ്റെ വാല്യൂ 0.4985 ഡിവൈഡ് ബൈ Δ. ഈ RPSനെയാണ് നമുക്ക് ക്രിട്ടിക്കൽ വേർളിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ഈസ് ഈക്വൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ RPMലാണ് പറയുന്നത്. മിനിറ്റ് സെക്കൻഡിലാക്കും ഇൻറ്റു 60 ചെയ്യുമ്പോൾ സെക്കൻഡിലാക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക്. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.